നാട്ടിൽ പോവാന്ന് വരികിലെ സംഭവങ്ങളല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. നാട്ടിലെത്തിന് ശേഷമുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. കാണില്ല, കാരണം ഞാനൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. ആക്ച്വലി 2-3 ദിവസം മുന്നേ ഇതൊക്കെ പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിച്ചാണ്. പക്ഷേ എഡിറ്റ് ചെയ്യണം, വോയിസ് ഓവർ ചെയ്യണം എന്നൊക്കെ ഓർത്തപ്പോൾ ഭയങ്കര മടി പിടിച്ച് ഞാൻ കുറച്ച് തട്ടിക്കൂട്ടിൽ വീഡിയോ ഇട്ട് ഞാൻ അതങ്ങ് 2-3 ദിവസത്തെ വീഡിയോ അങ്ങ് ഒപ്പിച്ചു. എന്നാൽ പിന്നെ അങ്ങനെ പോരല്ലോ. അപ്പം ഇന്ന് ഞാൻ സെറ്റായ ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ചു. അങ്ങനെ ഭയങ്കര വലിയ സെറ്റപ്പ് ഒന്നല്ല, നാട്ടിലെ കുറച്ച് വിശേഷം നോക്കാം. അപ്പം ഇപ്പം നമ്മൾ റെഡി ആയിട്ട് അമ്പലത്തിലോട്ട് പോയെന്ന്. ഞാൻ നാട്ടിൽ വന്നതിൻ്റെ 2 ഓഫ് ദ മെയിൻ റീസൺസ് ആണ് ഈ ഒരു അമ്പലം. കാരണം ലാസ്റ്റ് ഇയർ എനിക്ക് മിസ്സായി, ഈ ഇയർ എന്തായാലും പോകണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് ചെറുകുന്ന് അമ്പലത്തിൽ ഉത്സവം കാണാൻ വേണ്ടി പോയിരുന്നു. കണ്ണൂരിലെ ആൾക്കാർക്ക് കേട്ടാൽ അറിയായിരിക്കും ഈ ഒരു അമ്പലത്തിനെ പറ്റി. എല്ലാ ഇയറും ഈ ഒരു ഉത്സവം നടക്കാറുണ്ട്. എൻ്റെ അമ്മയും മേമിയും ഓൾറെഡി റെഡി ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങളാണ് റെഡി ആവേണ്ടത്. എന്തായാലും ഇപ്പോഴൊന്നും ഈ പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു. അവർ പിന്നെ ഓരോ ഫിത്തനകൾ പറയാൻ തുടങ്ങി. ഇത് ആരെ പറ്റിയാന്ന് വെച്ചാൽ വേറെ ആരെ പറ്റിയല്ല, എന്നെ പറ്റിയാണ്. എന്തുകൊണ്ടാണ് എൻ്റെ കോലം ഇങ്ങനെയായി പോയെന്ന് പറഞ്ഞിട്ടാണ് അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. എന്നെ നല്ലോണം വരുന്നുണ്ട്. ആക്ച്വലി ഞാൻ ട്രെയിനിങ്ങിന് പോകുന്നതിന് മുന്നേ 55 കിലോ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ 47 ഉള്ളൂ. നന്നായിട്ട് മെലിഞ്ഞു. പിന്നെ എങ്ങനെ എന്നെ കുറ്റം പറയാതിരിക്കും? അപ്പോൾ എങ്ങനെയൊക്കെ എന്നെ തടിപ്പിച്ചെടുക്കാം എന്ന് അമ്മ മേമിയുടെ അടുത്ത് ഇങ്ങനെ അഡ്വൈസ് ചോദിക്കുമായിരുന്നു. അപ്പം എനിക്ക് കണ്ണൂർ ബേസ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ സമാധാനമായത്. കാരണം കണ്ണൂർ എത്തിയിട്ട് വേണം ഇവളൊന്ന് തടിപ്പിച്ചെടുക്കാൻ എന്നാണ് അമ്മ പറയുന്നത്. എന്തായാലും നോക്കാം, നാട്ടിൽ പോയിട്ട് എത്ര കിലോ എത്ര ദിവസം കൊണ്ട് കൂടും നമുക്ക് നോക്കാം. സോ അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ റെഡി ആയിട്ട് അമ്പലത്തിൽ പോവാണ്. എന്നെ അമ്പലത്തിൽ പോയിട്ട് വേണം വെടിക്കെട്ടും പിന്നെ ചന്തയിലൊക്കെ ഇങ്ങനെ പോയി ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പോയിട്ട് വരാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.